ഇതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രധാന മിസ്റ്റേക്കാണ് പല ടോപ്പിക്കുകൾ മിക്സഡ് ആയിട്ട് ഇടുക എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക നീഷ് അല്ലെങ്കിൽ പ്രത്യേക ഒരു ടോപ്പിക്ക് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു ദിവസം ഇട്ട വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്, അടുത്ത ആഴ്ച നിങ്ങൾ ഇടുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ്, പിറ്റേന്ന് ദിവസം നിങ്ങൾ ഇടുന്ന ഒരു ടെക് വീഡിയോ ആണ്, അതിന് അടുത്ത ശേഷം നിങ്ങൾ ഇടുന്നത് വാഹനങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ആണ്. അങ്ങനെ പല പല ടോപ്പിക്കുകൾ മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഒരു കാലത്ത് റീച്ച് ആവാൻ പോകുന്നില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് മനസ്സിലാകത്തില്ല നിങ്ങളുടെ ചാനൽ ഏത് ടോപ്പിക്കിലുള്ളതാണെന്ന്. യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം നോക്കുമ്പോൾ നിങ്ങൾ ഒരു ദിവസം വീഡിയോ ഇട്ടു, ആ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്, അതിന് നല്ല റീച്ച് കിട്ടി. അപ്പോൾ യൂട്യൂബ് വിചാരിക്കും നിങ്ങളുടെ ചാനൽ കുക്കിംഗ് ചാനലാണെന്ന് കരുതി നിങ്ങളുടെ ചാനൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് എന്ത് ചെയ്യും, റെഫർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കും. ആ സമയത്താണ് നിങ്ങൾ പിറ്റേ ദിവസം വന്നിട്ട് ട്രാവൽ വീഡിയോ ഇടുന്നത്. ഈ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തിയ ഈ ഒരു ചാനലിൽ നേരെ ട്രാവൽ വീഡിയോ വരുന്ന സമയത്ത് അതാരെങ്കിലും കാണുമോ? ഈ ചാനൽ കാണാനിരിക്കുന്ന കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ചാനൽ കാണാൻ വന്നിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ നേരെ ട്രാവൽ വീഡിയോ കൊടുക്കുകയാണ്, അന്നേരം അത് റീച്ച് ആവത്തില്ല. നിങ്ങൾ 2-3 തവണ ട്രാവൽ വീഡിയോ ഇടുന്ന സമയത്ത് യൂട്യൂബ് മനസ്സിലാക്കും, ഇത് കുക്കിംഗ് വീഡിയോ ആയിട്ട് ചാനലല്ല, ഇത് ട്രാവലിൻ്റെ ചാനലാണ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ ചാനൽ എന്ത് ചെയ്യും, നേരെ ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തൊട്ടടുത്ത ദിവസം ചെയ്യുന്ന പരിപാടി നേരെ ഒരു ടെക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാണ്, ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾ ഈ മൊബൈലിൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കുന്ന ആളായിരിക്കില്ല, അയാൾ ചിലപ്പോൾ സ്ഥലങ്ങൾ കാണാതിരിക്കുന്ന ആളായിരിക്കും. അയാൾക്ക് മൊബൈലിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്ത് കാര്യം, അയാളത് കാണില്ല, സ്കിപ്പ് അടിച്ച് പോകും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും യൂട്യൂബിന് കൺഫ്യൂഷൻ ആവും, യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് കൺഫ്യൂഷൻ ആവും. ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇയാൾ ട്രാവലാണോ, ടെക്കാണോ, കുക്കിംഗ് ആണോ, മറ്റേതാണോ എന്നുള്ളത് കൺഫ്യൂഷൻ വരും. അങ്ങനെ കൺഫ്യൂഷൻ ആക്കരുത്, നമ്മൾ അൽഗോരിതത്തിനെ കൺഫ്യൂഷൻ ആക്കുന്ന പരിപാടി കാണിക്കരുത്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ വീഡിയോ ഇടുക. നിങ്ങളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു, ഒരു വീഡിയോ ഇട്ടു, 2 വീഡിയോ ഇട്ടു, 4 വീഡിയോ ഇട്ടു, റീച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാതെ ജസ്റ്റ് ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്ക് തന്നെ പിടിച്ചു നോക്കുക. അല്ലാതെ ഒരു ദിവസം ഇട്ട് റീച്ച് ആയില്ല, 2-ാമത്തെ ദിവസം അടുത്ത ടോപ്പിക്ക് പിടിക്കുക. കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് കുറച്ചധികം ലോങ് ടൈം ഒരു വീഡിയോ ഇട്ട് നോക്കുക. ഒരു റീച്ചും കിട്ടുന്നില്ല എന്ന് പ്രതീക്ഷ അവസാനിച്ച മാത്രം മറ്റൊരു ടോപ്പിക്ക് പിടിക്കുക. കാരണം ആർക്കും വേണ്ടാത്ത കുറേ ടോപ്പിക്കുകളുണ്ട്, അതൊക്കെ എടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു കാലത്ത് റീച്ച് ആവത്തില്ല. ആർക്കും വേണ്ടാത്ത ടോപ്പിക്കാണോ എന്നറിയാതെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ടോപ്പിക്കാണെങ്കിൽ മാത്രം നമ്മൾ മറ്റൊരു ഇതിലേക്ക് പോവുക. അല്ലാത്ത പക്ഷം റീച്ച് കിട്ടുന്നില്ല, ഒരു കുറേ നാൾ ഇട്ടിട്ട് റീച്ച് ആവുന്നില്ല എങ്കിൽ വേറെ ടോപ്പിക്ക് പിടിക്കാം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീച്ച് ഇങ്ങനെ മാറ്റി ടോപ്പിക്കിൽ ഇടുന്ന ആ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് യാതൊരു കാരണവശാലും റീച്ച് ആവത്തില്ല. അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്.